HD ദേവഗൌഡ വോട്ട് ചെയ്തതിനു ശേഷം ഉള്ള ദൃശ്യമാണ് ടിവിയിൽ ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളാണ്. HD ദേവഗൌഡ അദ്ദേഹത്തിന്റെ 90കളിലാണ്. പക്ഷേ അദ്ദേഹം ഹസനിൽ തന്റെ കൊച്ചുമകന് വേണ്ടി വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്ന പ്രജ്വൽ രേവണ്ണ അവിടെ മത്സരിക്കുകയാണ്. കാരണം ദേവഗൌഡയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു 3 സീറ്റ് എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റൻസിന് അനിവാര്യമാണ്. ഹസനയിലും മാണ്ഡ്യയിലും പക്ഷേ എന്ത് സംഭവിക്കും എന്ന് കർണാടകത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ പ്രജ്വൽ രേവണ്ണ ഇത്തവണ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. കുമാരസ്വാമി അതിജീവനത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ് കുമാരസ്വാമി. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം HD ദേവഗൌഡ ഊട്ടി വളർത്തിയ പാർട്ടി ഉണ്ടാകുമോ എന്നുള്ള അസ്തിത്വ പ്രതിസന്ധി പോലും അവർ നേരിടുമ്പോൾ പഴയ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണചക്രം നിയന്ത്രിച്ച ദേവഗൌഡ വോട്ട് ചെയ്ത് ഒരു വട്ടം കൂടി നടക്കാൻ കൂടി വയ്യ. പക്ഷെ അദ്ദേഹം അവസാന ശ്വാസം വരെയും സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം, പാർട്ടിയുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി പോരാടുകയാണ്. വൊക്കലിക വോട്ടുകളിലേക്ക് ഇതിനോടകം തന്നെ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കടന്നു കയറിയപ്പോൾ കൂടുതൽ സ്പേസ് കുറഞ്ഞു വരികയാണ് HD ദേവഗൌഡയുടെ പട്ടിക. എന്തായാലും അദ്ദേഹം 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മണ്ഡലത്തിൽ ഹസനിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സമവാക്യങ്ങൾ അനുകൂലമായിരുന്നു. ഒപ്പം ഈ കർഷക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർഷകരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ തോതിൽ കർണാടകത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടി, അതിനുശേഷം കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ തകർച്ച, ഐക്യമുന്നണി സർക്കാരിന്റെ രൂപീകരണം, അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ നേതാവ്. പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ എത്ര കാലം മുന്നോട്ട് എന്ന ചോദ്യമുയർത്തുന്നു.